യേശുവിനെ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന കഴുതയെക്കുറിച്ച് സുവിശേഷകന്മാർ പറയുന്ന ചില വിശേഷണങ്ങളുണ്ട്. വില നോക്കിയാൽ ബുദ്ധിയുള്ളവർ ആരും കഴുതയ്ക്ക് പകരം ആടിനെ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയില്ല. ദൈവം തൻ്റെ ഓമന പുത്രനെ നമുക്കായി നൽകി വലിയ രക്ഷ ക്രൂശിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. അന്യായ ബന്ധനങ്ങളെ അറുക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്. തിരുസഭ വിശുദ്ധ വാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ രക്ഷിക്കണമേ എന്നർത്ഥമുള്ള ഹോസന്ന പെരുന്നാളോടുകൂടെ പീഡാനുഭവ വാര ആരാധനകളിലേക്ക് നാം കടക്കുകയാണ്. 4 സുവിശേഷങ്ങളും പ്രതിപാദിക്കുന്ന യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവമാണ് യെരുശലേമിലേക്ക് നടത്തിയ ആഘോഷപൂർവമായ യാത്ര. ഈ യാത്രയെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നു, ക്രിസ്തുവിന് ഏതാണ്ട് 600 വർഷങ്ങൾക്കപ്പുറത്ത് സെക്കറിയ പ്രവാചകനിലൂടെ ദൈവം നൽകിയ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണം ആയിരുന്നു എന്ന്. പലതുകൊണ്ടും സവിശേഷത ആർജിക്കുന്ന ഒരു സംഭവമായി കർത്താവിൻ്റെ ഐതിഹാസികമായ ഈ യാത്ര നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്നാമത് കർത്താവിൻ്റെ വിനയഭാവത്തെ ഈ യാത്ര പ്രതിഫലിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ അത്ഭുതകരമായ വിധങ്ങളെക്കുറിച്ച് ഈ യാത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് തനിക്ക് യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തത് ഹീനമായ, ഒരുപക്ഷെ നികൃഷ്ടമെന്ന് ബലഹീനമെന്ന് മനുഷ്യർ കരുതി മാറ്റി നിർത്തുന്ന ഒരു കഴുതയുടെ കുട്ടിയെ ആണ്. അതിനെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം ഉണ്ട്. ദൈവരാജ്യത്തിന് ഉപയോഗിക്കാൻ കൊള്ളരുതാത്തവരായി ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഏതൊരുവനും ദൈവരാജ്യത്തിൽ ഒരിടമുണ്ട് എന്ന് ഈ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഈ മഹത്തായ സംഭവത്തോട് ബന്ധപ്പെട്ട് വളരെ ലളിതമായ 2-3 ചിന്തകൾ പങ്കുവെക്കുന്നതിന് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ കഴുതയെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ കെട്ടിയിരിക്കുന്ന കഴുതയെ നിങ്ങൾ കാണും എന്നാണ്. അതിനെ അഴിച്ചു കൊണ്ടുവരാനായി ശിഷ്യന്മാരെ കർത്താവ് നിയോഗിക്കുന്നു. കഴുതയുടെ ഒരു പഴയ നിയമ പശ്ചാത്തലം പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. കടിഞ്ഞൂൽ സംഹാരത്തിൻ്റെയും പെസഹായുടെയും ഇസ്രായേൽ ജനതയുടെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിൻ്റെയും സംഭവത്തിൻ്റെ വിവരണത്തോട് ചേർന്ന് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ ഒരു കൽപ്പന നൽകുന്നു: കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിനെ കഴുത്തൊടിച്ച് കൊന്ന് കളയണം. കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് ഒടിച്ച് കൊന്ന് കളയണം. യേശുവിനെ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന കഴുതയെക്കുറിച്ച് സുവിശേഷകന്മാർ പറയുന്ന ചില വിശേഷണങ്ങളുണ്ട്. അത് നഗരത്തിൻ്റെ വാതിൽക്കൽ
കെട്ടപ്പെട്ട നിലയിലാണ് അവർ കണ്ടെത്തുന്നത്. അക്കാലത്ത് നഗരവാതിൽ എന്ന് പറയുന്നത് ഗ്രാമമുഖ്യന്മാർ ഒരുമിച്ച് കൂടുകയും ആളുകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവർക്കിടയിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ശിക്ഷാ രീതികൾ നടപ്പിൽ വരുത്തുകയൊക്കെ ചെയ്യുന്ന ഇടമായിരുന്നു ഈ നഗരവാതിൽ എന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഈ കഴുതക്കുട്ടിയെ നഗരവാതിലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അതിനു പകരം ഒരാട്ടിൻകുട്ടിയെ നൽകി അതിനെ വീണ്ടെടുക്കാൻ ആരും തയ്യാറാകാതെ മരണഭീതിയുടെ നിഴലിൽ കഴുതക്കുട്ടി നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ ഇതാ ആ കഴുതയെ അഴിക്കാൻ സാക്ഷാൽ ദൈവ കുഞ്ഞാടായ ക്രിസ്തു തയ്യാറാവുകയാണ്. മനുഷ്യവർഗത്തിന് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ സുന്ദരമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. വില നോക്കിയാൽ ബുദ്ധിയുള്ളവർ ആരും കഴുതയ്ക്ക് പകരം ആടിനെ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയില്ല. എന്നാൽ ദൈവം തൻ്റെ ഓമന പുത്രനെ നമുക്കായി നൽകി വലിയ രക്ഷ ക്രൂശിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. രണ്ടാമതായി, ആ കഴുത വീണ്ടെടുക്കപ്പെടണം എന്ന് മാത്രമല്ല, അതിന് ഒരു വിമോചനം അവിടെ ആവശ്യമുണ്ട്. കാരണം അതിനെ കാണുന്നത് കെട്ടപ്പെട്ട നിലയിലാണ്. കർത്താവ് അത് ഉപയോഗിക്കപ്പെടണമെങ്കിൽ, അതിൻ്റെ മേൽ വാഹനമേറി യെരുശലേമിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ കെട്ടപ്പെട്ട നിലയിൽ നിന്ന് അതിന് ഒരു വിമോചനം ആവശ്യമായി വരികയാണ്. ഏത് മനുഷ്യനും കർത്തൃകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അവൻ്റെ ജീവിതത്തെ ഈ ലോകത്തോട് ചേർത്ത് ബന്ധിക്കുന്ന പാശങ്ങളെ മുറിച്ച് അവൻ സ്വതന്ത്രൻ ആകണം. ശീലങ്ങളോ ശാഠ്യങ്ങളോ സ്വഭാവങ്ങളോ ബന്ധങ്ങളോ ഒക്കെ അങ്ങനെയുള്ള ബന്ധനങ്ങളായി മാറാം. എന്നാൽ യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തരായി സ്വതന്ത്രരായി അവനെ വേണ്ടി പ്രയോജനപ്പെടുന്നവർ നാം ആയിത്തീരണം എന്നാണ്. എന്താണ് നോമ്പ് എന്ന യെശയ്യാ-പ്രവചനങ്ങളിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. പ്രവചനത്തിൻ്റെ 58-ാം അധ്യായത്തിൽ അന്യായ ബന്ധനങ്ങളെ അറുക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാൻ, കർത്താവിന് പ്രയോജനമുള്ളവരായി തീരാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള പാപത്തിൻ്റെയും അശുദ്ധിയുടെയും അന്യായത്തിൻ്റെയും എല്ലാ ബന്ധനങ്ങളെയും ഈ വിശുദ്ധ വാര ആരാധനകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അറുത്തുമാറ്റി സ്വതന്ത്രരായി അവനോട് ചേർന്ന് യാത്ര ചെയ്യാം. മൂന്നാമത്, ഈ സംഭവത്തിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം, ഈ കഴുത കർത്താവിന് ഉപയുക്തമാകണമെങ്കിൽ അത് അവന് മുമ്പിൽ വിധേയപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കഴുതയെക്കുറിച്ചുള്ള മറ്റൊരു വിശേഷണം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി എന്നാണ്. അതിനു മുമ്പ് ആരാലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി. അതിന് ഇനി മുമ്പ് ഇതുവരെ ആ കഴുത യാത്ര ചെയ്തത് സ്വന്തം വഴികളിലൂടെ സ്വന്തം ഇഷ്ടത്തിൽ ആണെങ്കിൽ ഇനി മേലാൽ അതിന് അങ്ങനെ ഒരു യാത്ര ഇല്ല. ഇനി കർത്താവിൻ്റെ വഴിയാവണം കഴുതയുടെ വഴി. കർത്താവിൻ്റെ ഇഷ്ടമാകണം കഴുതയുടെ ഇഷ്ടം. അവനോടൊപ്പമാകണം, അവനെ വഹിച്ചുകൊണ്ടാകണം കഴുതയുടെ യാത്ര. വീണ്ടെടുക്കപ്പെടുക, വിമോചനം പ്രാപിക്കുക, വിധേയപ്പെടുക. ഇതിലൂടെ കർത്താവ് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമ്മയൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചന ചിന്തകളുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിൽ വിനയപ്പെടുത്തുവാൻ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ
നമ്മെ അവനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന എല്ലാ ബന്ധനങ്ങളെയും അറുത്തുമാറ്റി അവൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് വിധേയപ്പെട്ട് അവനെ വഹിക്കുന്നവരായി, അവനെ ഉയർത്തുന്നവരായി, അവനോട് ചേർന്ന് യാത്ര ചെയ്യാൻ ദൈവം തൻ്റെ ആത്മാവിൽ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ശിശുക്കൾക്കാകെ ഭാഗ്യമായി ദുഷിൻ കഴുതമേലേറിയവൻ ഊശാലേമിന്നെഴുന്നള്ളി സൈത്തിൻ കൊമ്പാൽ പൈതങ്ങൾ തിരുമുൻ ആർത്തവർ ചൊല്ലുന്നു. ഊശാന ഉയരത്തിൽ, ഊശാന ദാവീദുസുതനു, കർത്തൻ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ദുഷിയൻ കഴുതമേലേറി ഊശാലേമിന്നെഴുന്നള്ളുന്ന ദേവസുതനെ കാണുമ്പോൾ വിസ്മയിക്കാത്തവനുണ്ടോ? സൈത്തിൻ കൊമ്പാൽ പൈതങ്ങൾ തിരുമുൻ സ്തുതിച്ചവർ പാടുന്നു. ഊശാന ഉയരത്തിൽ, ഊശാന ദാവീദുസുതനു,